ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവി. ഇനി 43-ാമത്തെ അധ്യായത്തിൽ സ്വാഹാശക്തി, അങ്ങനെ അവരുടെ ഉപാഖ്യാനം പറയുന്നു. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, നാരദ മഹർഷി, അങ്ങ് ജ്ഞാനികൾ ശ്രേഷ്ഠനാണല്ലോ, യോഗികളിലും സിദ്ധന്മാരിലും വെച്ച് ഏറ്റവും ഉത്തമനുമാണ്, വേദജ്ഞന്മാരിൽ വെച്ചിട്ടാണെങ്കിലോ വേദവിത്താണ് അങ്ങ്. അങ്ങയിൽ നിന്നും മഹാലക്ഷ്മി ഉപാഖ്യാനം കേൾക്കാൻ ഭാഗ്യമുണ്ടായി എനിക്ക്. ഗോപ്യമായതും വേദപ്രോക്തവുമായ ഉപാഖ്യാനങ്ങൾ ഇനിയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൂടി പറഞ്ഞു തന്നാലും മഹർഷേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പുരാണങ്ങളിൽ കാണാത്തതും എന്നാൽ അത്യന്തം ഗോപ്യവുമായ ആഖ്യാനങ്ങൾ ഇനിയുമുണ്ട്. അതിലേത് കേൾക്കുവാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ശ്രീനാരായണ മഹർഷി. അപ്പൊ പറയണു, മഹർഷി, ഹവിസർപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും സ്വാഹാദേവിയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. പിതൃകർമ്മങ്ങളിൽ സ്വധക്കാണ് പ്രാധാന്യം. എന്നാൽ എല്ലാ കർമ്മങ്ങളിലും ദക്ഷിണാദേവിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ അല്ലേ? നാരദന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീനാരായണൻ പറഞ്ഞു, പണ്ട് സൃഷ്ടിയുടെ ആദ്യത്തിൽ ദേവന്മാർ തങ്ങളുടെ ആഹാരം എന്താണെന്ന് തീർച്ചയാക്കാൻ ബ്രഹ്മസഭയിലേക്ക് ചെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു. അത് കേട്ട് ബ്രഹ്മദേവൻ അവരെ സഹായിക്കാൻ വേണ്ടി ശ്രീഹരിയെ ഭജിച്ചു. മഹർഷേ, പണ്ട് ഭഗവാൻ കലാംശമായി യജ്ഞസ്വരൂപനായി അവതരിച്ചുവല്ലോ. യജ്ഞത്തിൽ ബ്രാഹ്മണർ ചെയ്യുന്ന ഹവിർദാനം ദേവന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ? ദേവർഷേ, ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും ചെയ്യുന്ന ഹവിർദാനമൊന്നും ദേവന്മാർക്ക് ലഭിക്കാതെയായി. അപ്പോഴാണ് അവർ വിധിയോട് അടുത്ത് ചെന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിധി പ്രകൃതിയെ പൂജിച്ചു. അപ്പോൾ ദേവിയുടെ അംശമായ ശക്തിസ്വരൂപിണിയായ ഒരു സുന്ദരിയായ കന്യക പ്രത്യക്ഷപ്പെട്ടു. അവൾ തൂമന്തഹാസം പൊഴിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ദേവി, അഗ്നിയുടെ ദാഹക ശക്തിയായി തീരണം. മന്ത്രത്തിൽ അവിടുത്തെ പേര് ചൊല്ലി അഗ്നിയിൽ ഹവിസർപ്പിക്കുമ്പോൾ ആ യജ്ഞഭാഗം ദേവകൾ സ്വീകരിക്കും. അതിനാൽ അവിടുന്ന് എല്ലാവർക്കും പൂജ്യയായി തീരും. അതാണ് ഇപ്പം യാഗമോ ഹോമോ ഗണപതി ഹോമോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും സ്വാഹ സ്വാഹ എന്ന് പറയുന്നില്ലേ, അതാണ് സ്വാഹ എന്ന് പറഞ്ഞാലേ ദേവന്മാരത് പൂജിക്കുള്ളൂ എന്നാണ്. അത് കേട്ടപ്പോൾ ദേവി വളരെ വിഷമാവസ്ഥയിലായി. ദേവി പറഞ്ഞു, ഞാൻ കൃഷ്ണനെ ഭജിക്കുവാൻ തീർച്ചയാക്കിയിരിക്കുകയാണ്. ബ്രഹ്മൻ, ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അത് ഭ്രമമാണ്. ആരുടെ അനുഗ്രഹം കൊണ്ടാണോ അങ്ങക്ക് സൃഷ്ടി ചെയ്യുവാൻ സാധിക്കുന്നത്, ശിവൻ മൃത്യുഞ്ജയനായിരിക്കുന്നത്, ധർമ്മൻ ധർമ്മികൾക്ക് സാക്ഷിയായിരിക്കുന്നത്, ഗണേശൻ ഏറ്റവും പൂജ്യനായിരിക്കുന്നത്, ആ പരമപുരുഷന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അനന്തൻ വിശ്വത്തെ ധരിക്കുന്നതും പ്രകൃതി സർവർക്കും സംപൂജ്യയായിരിക്കുന്നതും ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് മാത്രമാണ്. ആ ദേവനെ ഞാൻ ഭജിക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് ആ ദേവി തപസ്സനായി പോയി. ആ ശക്തി സ്വരൂപിണി ഒറ്റക്കാലിൽ നിന്ന് ആ പരമാത്മാവിനെ 1,00,000 വർഷം തപസ് ചെയ്തു. ആ ദേവിയുടെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷനായി. മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ കോമള വിഗ്രഹം കണ്ട് ദേവി പ്രണയവിവശയായി. ദേവിയുടെ അന്തർഗതം മനസ്സിലാക്കിയ ഭഗവാൻ തപസ്സുകൊണ്ട് വല്ലാതെ ചടച്ചുപോയ ദേവിയെ മാറോടണച്ച് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ വരാഹ കൽപ്പത്തിൽ നഗ്നജിത്തിന്റെ മകളായി ജനിക്കും. ദേവിയുടെ അംശത്താൽ നീ നാഗജിതിയായി എൻ്റെ പത്നിയായി തീരും. തൽക്കാലം നീ അഗ്നിയുടെ പത്നിയായി തീരുക. എൻ്റെ വരപ്രസാദം കൊണ്ട് നീ മന്ത്രാംഗമായി പൂജിക്കപ്പെടും. ഇപ്രകാരം ദേവിയോട് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു. അഗ്നിദേവൻ ബ്രഹ്മാവിന്റെ ആജ്ഞ ശങ്കാകുലനായി അവിടെ എത്തി. സാമവേദത്തിൽ പറഞ്ഞ മാതിരി ജഗദംബയെ ധ്യാനിച്ച് പൂജിച്ച് മന്ത്രപൂർവ്വം ആ ദേവിയെ പാണിഗ്രഹണം ചെയ്തു. 100 വർഷം അഗ്നിദേവൻ സ്വാഹയോടൊപ്പം രമിച്ചു വാണു. അഗ്നി തേജസ്സിൽ നിന്ന് അവൾ ഗർഭിണിയായി. ആ ഗർഭം അവൾ 12 കൊല്ലത്തോളം കൊണ്ടു നടന്നു. അതിനുശേഷം തേജസ്സുള്ള 3 പുത്രന്മാർക്ക് ജന്മം നൽകി. ദക്ഷിണാഗ്നി, ഗാർഹവത്യാഗ്നി, ആഹവനീയാഗ്നി എന്നായിരുന്നു അവരുടെ നാമങ്ങള്. ഋഷിമാരും മുനിമാരും ബ്രാഹ്മണരും ക്ഷത്രിയരും സ്വാഹാ മന്ത്രം ജപിച്ച് ഹവിസ് അർപ്പിച്ചു തുടങ്ങി. സ്വാഹാ മന്ത്രം വിധിപൂർവം ഗ്രഹിച്ചാൽ ആ മാത്രയിൽ തന്നെ സർവസിദ്ധികളും ലഭിക്കും. പ്രകാരം സ്വാഹാ മന്ത്രം കൊണ്ട് ബ്രാഹ്മണർ ദേവന്മാർക്ക് ഹവിസ് ദാനം ചെയ്തതുകൊണ്ട് ദേവന്മാർക്കും സന്തോഷമായി. മോക്ഷം പ്രദാനം ചെയ്യുന്ന സ്വാഹാദേവിയുടെ പുണ്യാഖ്യാനം ഞാൻ
പറഞ്ഞു തന്നില്ലേ നാരദ? ഇനി എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടത്? എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറയണു, നാരദ മഹർഷി, ഇനി ആ ദേവിയുടെ ധ്യാനവും സ്തോത്രവും അഗ്നിദേവൻ പൂജിച്ച ക്രമവും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. സാമവേദത്തിൽ പറഞ്ഞ മാതിരി ആ ദേവിയുടെ പൂജാവിധിയും മറ്റും ഞാൻ പറഞ്ഞു തരാം. സർവയജ്ഞങ്ങളും ആരംഭിക്കുന്ന സമയത്ത് സാളഗ്രാമത്തിലോ ഘടത്തിലോ സ്വാഹാദേവിയെ പൂജിച്ചതിന് ശേഷം യജ്ഞം ചെയ്താൽ ഫലസിദ്ധി ഉണ്ടാകും. മന്ത്രാംഗയുക്തയും മന്ത്രങ്ങളുടെ സിദ്ധിരൂപിണിയും മനുഷ്യർക്ക് കർമ്മഫലം നൽകുന്ന ശുഭപ്രദയായ ദേവിയെ മൂലമന്ത്രം കൊണ്ട് പൂജിച്ച അർഘ്യവാദ്യങ്ങൾ നൽകണം. ഇതാണ് മൂലമന്ത്രം. ഓം ഹ്രീം ശ്രീം ഹന്യജയായൈ ദേവി സ്വാഹ. സ്വാഹയുടെ മന്ത്രാണത്, മൂലമന്ത്രം. ഈ മന്ത്രം ജപിച്ച് പൂജ ചെയ്താൽ സർവാഭിഷ്ടങ്ങളും സാധ്യമാകും. വന്യദേവൻ പറയുന്നു, സ്വാഹ വന്യപ്രിയ വന്യജായ സന്തോഷകാരിണി ശക്തിക്രിയ കാലദാത്രി പരിപാകകരി ധ്രുവാഗതി ദഹനക്ഷമ ദാഹിക സംസാരസാരസ്വരൂപ ഘോര സംസാരധാരിണി ദേഹപോഷണ സംകർത്തൃ ദേഹജീവനരൂപിണി. ഈ 16 നാമങ്ങൾ നിത്യം ജപിച്ചാൽ ഇഹലോകത്തിലും പരലോകത്തിലും സിദ്ധി കൈവരിക്കാം. അത് മാത്രമല്ല, അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശുഭമായി വരികയും ചെയ്യും. ഇനി സ്വധാദേവി ഇല്ലേ, ആ സ്വധാദേവിയുടെ ഉപാഖ്യാനാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദേവർഷി. നീ സ്വധാദേവിയുടെ പുണ്യചരിതം കേട്ടാലും പിതൃക്കൾക്ക് പ്രീതി ഉണ്ടാക്കുന്നതും ശ്രദ്ധാനത്തിന്റെ ഫലം വർദ്ധിപ്പിക്കുന്നതുമാണത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് 7 തരം പിതൃക്കളെ സൃഷ്ടിച്ചു. മൂർത്തി രൂപങ്ങളായ 4ഉം തേജോ രൂപങ്ങളായ 3 തരത്തിലാണ് ആ പിതൃക്കള്. അനലൻ, സോമൻ, യമൻ, ആര്യമാവ്, അഗ്നിശാക്തന്മാർ, ബർഹിതന്മാർ, സോമവന്മാർ എന്നിവയാണ് ആ പിതൃക്കള്. തർപ്പണം ചെയ്യുന്ന ശ്രാദ്ധാന്നം ഇവർക്ക് ആഹാരമായി ബ്രഹ്മദേവൻ കൽപ്പിച്ചു. സ്നാനം, തർപ്പണം, ശ്രാദ്ധം, ദേവപൂജ ഇവ 3ഉം സന്ധ്യാവന്ദനം ഇതൊക്കെ വിപ്രന്മാർ നിശ്ചയമായും ചെയ്തിരിക്കണം. ഇതൊന്നും ചെയ്യാത്തവൻ വിഷമില്ലാത്ത പാമ്പിനെ പോലെയാണ്. ഒരു കാര്യമുണ്ടാകും. ഹരിക്ക് നിവേദിക്കാത്തത് ഭുജിക്കുന്നവനും ദേവിയെ പൂജിക്കാത്തവനും കർമ്മങ്ങൾക്ക് അർഹരല്ല. ബ്രഹ്മാവ് പിതൃക്കൾക്ക് ശ്രാദ്ധം തുടങ്ങിയവ സൃഷ്ടിച്ചിട്ട് പോയി. എന്നാൽ ബ്രാഹ്മണർ അത് കൊടുത്തുവെങ്കിലും പിതൃക്കൾക്ക് ലഭിച്ചില്ല. വിശപ്പ് കൊണ്ട് ആർത്തരായ അവർ ബ്രഹ്മസഭയിൽ ചെന്ന് വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ധ്യാനത്തിൽ നിന്നൊരു കന്യകയെ സൃഷ്ടിച്ചു. വെളുത്ത ചമ്പകത്തിന്റെ നിറത്തോടു കൂടിയതും രത്നാഭരണങ്ങൾ ചാർത്തിയും ചെന്താമരയുടെ ഇതൾ പോലെയുള്ള നീണ്ട ലോചനങ്ങളോട് കൂടിയും താമര പോലെ മൃദുവായ പാദത്തോടും കൂടി ആ സുന്ദരീ രത്നത്തെ ബ്രഹ്മാവ് പിതൃക്കൾക്ക് പത്നിയായി നൽകി. സ്വധാമന്ത്രം ചൊല്ലി വേണം പിതൃകർമ്മം ചെയ്യാനെന്ന് ഒരു രഹസ്യ ഉപദേശവും ബ്രഹ്മാവ് ബ്രാഹ്മണർക്ക് നൽകി. ബ്രാഹ്മണർ ആ വിധത്തിൽ പിതൃക്കൾക്ക് കവ്യം നൽകി. സ്വാഹാമന്ത്രം കൊണ്ട് ദേവകൾക്കും സ്വധാമന്ത്രം കൊണ്ട് പിതൃക്കൾക്കും ആഹൂതി ചെയ്യണം. ഇത് യജ്ഞത്തിന് ദക്ഷിണ സമർപ്പണം. ഏത് യജ്ഞത്തിനായാലും അവസാന ദക്ഷിണ സമർപ്പണം അത്യുത്തമമാണ്. ചെയ്താലേ അതിന്റെ ഫലം കിട്ടുള്ളൂ എന്ന് പറയുന്നു. മനുക്കള്, മുനിമാര്, ബ്രാഹ്മണര്, ദേവന്മാരും പിതൃക്കളും ശാന്തസ്വരൂപിണിയായ സ്വധാദേവിയെ പൂജിച്ച് ആരാധിച്ചു. അതിനാൽ തന്നെ ദേവി സന്തുഷ്ടയായി അവർക്ക് അഭീഷ്ടവരം നൽകുകയും ചെയ്തു. അങ്ങ് ചോദിച്ച സ്വധാദേവിയുടെ ചരിതം ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്താണ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനാരായണ മഹർഷി പറയുകയാണ്, ഇനി സ്വധാദേവിയുടെ പൂജാവിധികളും ധ്യാനവും സ്തോത്രവും പറഞ്ഞു തന്നാലും വേദത്തിൽ പറഞ്ഞ പ്രകാരം ധ്യാനവും സ്തോത്രവും ഒക്കെ അങ്ങക്കറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അറിവ് വർദ്ധിപ്പിക്കാനാണോ അതോ മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശിയിൽ സ്വധാദേവിയെ പൂജിച്ച് ശ്രാദ്ധമൂട്ടണം? ആര് പറഞ്ഞു? നാരായണ മഹർഷി നാരദ മഹർഷിയോട് പറയുന്നു. എല്ലാം അറിയുന്ന ആളല്ലേ അങ്ങ്, പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത്? കുറച്ചുകൂടി അത് ഉറപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്ന, അറിവ് വർദ്ധിപ്പിക്കാൻ. ആ ദേവിയെ പൂജിക്കാതെ ശ്രാദ്ധമൂട്ടുന്ന ബ്രാഹ്മണന്റെ തർപ്പണവും ശ്രാദ്ധവും സഫലമായി തീരുകയില്ല. ശ്രാദ്ധത്തിന്റെ ഫലം തരുന്നവളും നിത്യയൗവനയായവളും പിതൃക്കൾക്കും ദേവന്മാർക്കും ശ്രാദ്ധദാനാദികളുടെ ഫലദാത്രിയുമായ ബ്രഹ്മാവിന്റെ മാനസകന്യയെ തൊഴാം. പ്രകാരം വേണം പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ശിലയിലോ ഘടത്തിലോ സ്വധാദേവിയെ ആവാഹിക്കണം.
മൂലമന്ത്രം കൊണ്ട് അർഘ്യപാദ്യാദികൾ നൽകണം. ഇതാണ് കേട്ടോ മൂലമന്ത്രം. ഓം ഹ്രീം ശ്രീം ക്ലീം സ്വധാദേവിയെ സ്വാഹ എന്ന് ജപിച്ച് പൂജിക്കണം. ബ്രഹ്മാവ് കൊണ്ടുണ്ടാക്കിയ സ്തോത്രം ഞാൻ പറഞ്ഞു തരാം. വിധിപുത്ര, ബ്രഹ്മാവിന്റെ പുത്ര, ബ്രഹ്മാവ് പറഞ്ഞ് അത് ഉണ്ടാക്കിയത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാന്ന് പറയുന്നു. സ്വധ എന്ന് പറയുമ്പോഴേ സർവ്വ പാപങ്ങളും തീരും. തീർത്ഥസ്നാനം, യാഗം എന്നിവ ചെയ്ത ഫലവും സിദ്ധിക്കും. സ്വധ 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 എന്ന് 3 പ്രാവശ്യം ജപിച്ചാൽ ശ്രാദ്ധം ചെയ്ത ഫലം കിട്ടൂത്രേ. ശ്രാദ്ധ സമയത്ത് സ്വധാ സ്തോത്രം ശ്രവിച്ചാൽ ശ്രാദ്ധത്തിന് മുഴുവൻ ഫലം കിട്ടുകയും ചെയ്യും. ത്രിസന്ധ്യക്ക് സ്വധ എന്ന് 3 പ്രാവശ്യം ജപിച്ചാൽ സർവ്വ അഭിഷ്ടങ്ങളും ലഭിക്കും. അവിടുന്ന് പിതൃക്കൾക്ക് പ്രാണതുല്യം, ബ്രാഹ്മണർക്ക് ജീവനരൂപിണിയുമാണ്. ശ്രാദ്ധാധിഷ്ഠാതൃദേവതയായ അവിടുന്ന് ശ്രാദ്ധത്തിന്റെ ഫലം തരുന്നവളുമാണ്. അവിടുന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആവിർഭവിക്കുകയും പ്രളയ സമയത്ത് അപ്രത്യക്ഷയാവുകയും ചെയ്യും. അവിടുന്ന് സത്യസ്വരൂപിണിയാണ്. പ്രണവം, സ്വസ്തി, നമനം, സ്വാഹ, സ്വധ, ദക്ഷിണ ഇവയെല്ലാം കർമ്മികൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്ന് 4 വേദങ്ങളും പറയുന്നു. ഇവ ഈശ്വരൻ കർമ്മപൂർത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവരൊക്കെ ശ്രീനാരായണ മഹർഷിക്ക് നാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മസഭയിൽ വെച്ച് ബ്രഹ്മാവ് സ്വധാദേവിയെ വാഴ്ത്തി സ്തുതിച്ചു നിൽക്കുന്ന സമയത്ത് സ്വധാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു, ആവിർഭവിച്ചു. ആ ദേവിയെ ബ്രഹ്മാവ് പിതൃക്കൾക്ക് കന്യാദാനം ചെയ്തു. പിതൃക്കൾ ആ ദേവിയെ ഇങ്ങോട്ട് അവിടെ നിന്നും പോയി. ശ്രദ്ധാപൂർവം പുണ്യപ്രദമായ ഈ സ്തോത്രം ശ്രവിക്കുന്നവന് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. മാത്രമല്ല തീർത്ഥസ്നാന ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഉപദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.